ഞാനിന്ന് നോയമ്പാണ്. ഇവര് നോയമ്പാണ്. ഞാൻ 3-ാം തീയതിക്ക് പോവാ. മലയാളം പോവാം, മലയാറ്റൂര് മലയാളം പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് കേക്ക് മുറിച്ചാലോ? മറ്റേ അപ്പം മുറിക്കാം. ഞാൻ നിങ്ങളോട് പെസഹ വ്യാഴാഴ്ചയായിട്ട് സുഹൃത്തുക്കളുടെ വീട്ടിൽ അപ്പം മുറിക്കാൻ വന്നതാണ്. സുഹൃത്തുക്കളുടെ വീട് എന്ന് പറയാൻ കാരണം ഈ വീട്ടിലെ ചേട്ടനനിയന്മാർ 3 പേരും എന്റെ ഫ്രണ്ട്സ് ആണ്. എന്നെ കൂടാതെ ഞങ്ങൾ കുറെ ഫ്രണ്ട്സും ഫ്രണ്ട്സിന്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെങ്കിലും ഫാമിലി എല്ലാം ഒത്തുകൂടുന്ന കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പം മുറിച്ച് എല്ലാവർക്കും പങ്കിട്ട് കൊടുത്തു. എല്ലാവരും ഒത്തുകൂടുമ്പോൾ പിന്നെ അറിയാലോ, കുറെ വിശേഷങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല. ഞങ്ങൾ എല്ലാവരും തന്നെ പാലായിൽ ഒരു നാട്ടുകാരെന്നുള്ളതിലുപരി എല്ലാവരും തന്നെ ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചത്. അമ്മുമ്മയ്ക്കും ഇന്ന് വളരെയധികം സന്തോഷമായിരുന്നു എല്ലാവരെയും കണ്ടപ്പോൾ. ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലും പെസഹാപ്പം മുറിക്കണം. അതുകൊണ്ട് തന്നെ ചേച്ചിയും ഫാമിലിയും ടാറ്റ പറഞ്ഞു പോയി. കൂട്ടുകാരനാണ് ഈ ഒരു കോംബോ പറഞ്ഞു തന്നെ. പായസത്തിനകത്ത് ഈ ഒരു ബണ്ണ് മുക്കി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. എന്തായാലും സംഭവം കിടുവായിരുന്നു. ഇപ്പോൾ ഞാൻ ചെറിയ ഡയറ്റിങ്ങിലേക്കാണ്, പക്ഷെ നമുക്ക് വേണ്ടിയാണല്ലോ ഈ ഫുഡെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ടൊന്നും വേസ്റ്റ് ആക്കണ്ടല്ലോ, ഭക്ഷണമല്ലേ. യായുവിന് കൊടുക്കാൻ വേണ്ടി മാങ്ങയൊക്കെ പൂളി നല്ല സെറ്റ് ആക്കി തന്നു. പക്ഷെ എല്ലാവരും കണ്ട ഒരു വൈക്ലബിത്ത് യായു അത് കഴിക്കുന്നില്ല. പിന്നെ യായുവിനെ കൊതിപ്പിച്ച് ഞാൻ അതങ്ങ് കഴിച്ചു. പൂച്ചക്കുട്ടിയെ കാണിച്ച് വിഷയമായിട്ട് കഴിപ്പിക്കാൻ ഓർത്ത് കാണിച്ചപ്പോൾ പുള്ളി മാങ്ങയുടെ കേസൊക്കെ വിട്ടു പൂച്ചയുടെ പുറകെ. അമ്മ ഒറ്റയ്ക്കാണ് പെസഹാപ്പവും പായസവും മറ്റ് സാധന സാമഗ്രികളും എല്ലാം ഉണ്ടാക്കിയത്. ശേഷം എല്ലാവരും കൂടി ഇരുന്ന് അല്പസമയം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3D ഇമേജ് ആയതുകൊണ്ട് ഒറിജിനൽ ആണെന്ന് പുള്ളിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ അല്ലെന്ന് തൊട്ട് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് യായു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങൾ കഴിഞ്ഞു പോയി കഴിയുമ്പോഴാണല്ലോ നമുക്ക് നല്ല മധുരിക്കുന്ന ഓർമ്മകളാകുന്നത്. അതുകൊണ്ട് ഓർമ്മയ്ക്ക് വേണ്ടി നല്ലൊരു സെൽഫി ഒക്കെ എടുത്തു. യായുവിന് ഇപ്പോൾ പൂച്ചേനെ ഒന്ന് തൊടണം. അതിന് പുള്ളിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായതുകൊണ്ട് എന്നെയും കൂട്ടി പൂച്ചയുടെ പുറകെ ഓട്ടമാണ് ഇപ്പോൾ. പക്ഷെ എനിക്ക് പട്ടിയൊക്കെയാണ്, പക്ഷെ പൂച്ചനെ എനിക്ക് ശകലം പേടിയായിട്ട് ഞാൻ അധികം ആ ഭാഗത്തേക്ക് അടുത്തില്ല. പക്ഷെ ഈ ഒരു പൂച്ച നേരെ ഓടിച്ച് അമ്മൂന്റെ വടി തന്നെ കയറിയിരുന്ന അമ്മൂനോട് ഇണങ്ങി. ആ ഒരു ഗ്യാപ്പ് യായു വയ്യെ പോയി തലോടുകയൊക്കെ ചെയ്തു. ശേഷം ഇപ്പൊ പൂച്ച അമ്മയുടെ കയ്യിലേക്ക് ചാടി മാറി. ക്യാരം ബോർഡ് ഇരിക്കുന്ന കണ്ടപ്പോൾ യായുവിന് ക്യാരംസ് കളിക്കണം. ശേഷം ഇപ്പൊ ക്യാരം ബോർഡ് എടുത്ത് വെച്ച് യായു അമ്മലും കൂടെ ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോടും കൂടെ കൂടാൻ പറഞ്ഞിട്ട് ഞാനും ഒന്ന് കൂടി. ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല, കളിച്ചിട്ട് ആ ടച്ച് വിട്ട് പോയിട്ടാന്ന് തോന്നുന്നു. ശേഷം അമ്മും വന്ന് കൂടി. അവസാനം ആരെ കൊണ്ടും നടപടിയില്ലെന്ന് കണ്ടപ്പോൾ യായു തന്നെ കോയിൻ എടുത്ത് തുളയ്ക്കാത്തേക്ക് ഇട്ടു. അങ്ങനെ എല്ലാത്തിനും ശേഷം യായു ചേട്ടന്മാരോടെല്ലാം ടാറ്റ പറഞ്ഞു. അമ്മും ഞാനും പോയി അമ്മയോട് യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക്.